നമസ്കാരം. ഫ്രാൻസിസ് ജോർജിൻ്റെ സ്വപ്ന സഞ്ചാരങ്ങൾ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്ത് എത്തിയതുമില്ല എന്ന അവസ്ഥയിലുള്ള ജനാധിപത്യ കേരള കോൺഗ്രസ് വിഷമിച്ചു പോയത് KM മാണി CPM-നോട് അടുക്കാൻ തുടങ്ങിയപ്പോഴാണ്. മാണി വിരുദ്ധത കൊണ്ടാണല്ലോ അഴിമതിക്കെതിരെ പട നയിച്ച് പാർട്ടി വിട്ട് ഇടത് ക്യാമ്പിൽ എത്തിയത്. മറുപക്ഷത്താണെങ്കിലും രാഷ്ട്രീയ ഗുരുവായ PJ ജോസഫിലാണ് ഇപ്പോഴും പ്രതീക്ഷ. വീർപ്പ് മുട്ടലും ശ്വാസം മുട്ടലുമുള്ള മാണി ഗ്രൂപ്പുകാരെ പുറത്തേക്ക് വിളിക്കുക എന്ന അടിയന്തര രാഷ്ട്രീയ തീരുമാനമാണ് ഫ്രാൻസിസ് ജോർജും കൂട്ടരും കൈക്കൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ചൈതന്യത്തോടുകൂടി ഈ സംസ്ഥാനത്ത് നിലകൊള്ളണമെന്ന് ആഗ്രഹിക്കുന്ന 64 കേരള കോൺഗ്രസിൻ്റെ മൂല്യങ്ങളിലേക്കും ആദർശങ്ങളിലേക്കും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകണം, അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന പാർട്ടിയിൽ നിന്ന് ഉടൻ തന്നെ പുറത്തു വന്ന് ജനാധിപത്യ കേരള കോൺഗ്രസുമായി ചേർന്ന് ആ 64 കേരള കോൺഗ്രസിനെ പുനർജീവിപ്പിക്കാനുള്ള ഞങ്ങളുടെ യജ്ഞത്തിൽ പങ്കാളികളാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. അദ്ദേഹത്തിനും അദ്ദേഹത്തോടൊപ്പമുള്ള സഹപ്രവർത്തകർക്കും, കാരണം അവരൊക്കെ ഞങ്ങളുടെ വളരെ അടുത്ത സഹപ്രവർത്തകരായിരുന്നല്ലോ മുൻകാലങ്ങളിൽ, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും വേദനയും ഒക്കെ എത്രയാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഞങ്ങൾ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ, അങ്ങനെ ഒരു പരിപാടിയിലൂടെ കടന്നു വന്നവരാണ്. അപ്പോൾ ജോസഫ് സാറിൻ്റെ ഒരു വീർപ്പുമുട്ടൽ എന്താണ്, വിഷമം എന്താണ് എന്ന് ഞങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ഒരു നിലപാടെടുത്ത് പുറത്തു വരട്ടെ, അതാണ് നല്ലത്. പക്ഷെ ഞാൻ പറയട്ടെ, അരനൂറ്റാണ്ട് കാലത്തെ നേതൃത്വം അവകാശപ്പെടുന്ന ബഹുമാനപ്പെട്ട മാണി സാറിന് എടുക്കാൻ കൊള്ളാവുന്ന ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. 6 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, അതിൽ 3 പേരോട്ട് വനിതകളാണെന്ന് എനിക്ക് തോന്നുന്നു. ആ സാധുക്കളെ കൊണ്ട് ഈ പരിപാടി, ഈ ഒരു തീരുമാനം നിർബന്ധിച്ചെടുപ്പിച്ചതിന് ശേഷം ഞാനൊന്നും അറിഞ്ഞില്ല, എൻ്റെ മകനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന, പീലാത്തോസിനെ പോലെ കൈ കഴുകി മാറി നിൽക്കുന്ന സമീപനം, അത് വളരെ ലജ്ജാകരമായി. ശരി, PJ ജോസഫും കൂട്ടരും ഫ്രാൻസിസ് ജോർജ് ആഗ്രഹിക്കുന്നത് പോലെ പുറത്തു വരുന്നു. എന്നിട്ട് UDF-ലേക്കാണ് പോകുന്നതെങ്കിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്തു ചെയ്യും? കൂടെ പോകുമോ? കോട്ടയത്ത് തങ്ങൾ വിശ്വസിച്ച CPM-ആണ് മാണിയോട് ചേർന്നത് എന്നത് മറ്റൊരു വേദനിപ്പിക്കുന്ന സത്യം. ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിനും കൂട്ടർക്കും കരണീയമായത്. ജോസഫ് സാറ് അദ്ദേഹത്തിൻ്റെ എതിർപ്പ് ഈ കാര്യത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം 2 കാര്യം പറഞ്ഞു. ഇത് വളരെ നിർഭാഗ്യകരമായിപ്പോയി. അപ്പോൾ മാണി സാർ ഒരു കട്ടയാണ് കൂട്ടി വെച്ചു. വളരെ നിർഭാഗ്യകരമായിപ്പോയി എന്ന് മാണി സാർ പറഞ്ഞു. ഇത് ആലോചന കൂടാതെ ചെയ്ത കാര്യം, ആരോടും ആലോചിച്ചിട്ടില്ല, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല, വിശ്വസിച്ച് മാറി. അതിൻ്റെ പേരിൽ അദ്ദേഹം പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിച്ച് മാറി. ഞാൻ ചോദിക്കട്ടെ, എവിടുത്തെ മര്യാദയാണിത്? PJ ജോസഫ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കേരള കോൺഗ്രസ് M എന്ന പാർട്ടിയിലെ 2ാമനാണ്, വർക്കിംഗ് ചെയർമാനാണ്. ഇതുപോലെ ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് ജോസഫ് സാറിനോടെങ്കിലും ആലോചിക്കണ്ടേ? CF സാറ് പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ്, അദ്ദേഹത്തോട് ആലോചിക്കണ്ടേ? വേറെ ആരോടും ആലോചിക്കണ്ടേ? ഈ 2 പേരോടെങ്കിലും മിനിമം ആലോചിക്കണ്ടേ? ഇതങ്ങനെ വിട്ടുകൊടുക്കാവുന്ന കാര്യമല്ല. ജില്ലാ പ്രസിഡന്റിനോട് ആലോചിച്ചില്ലല്ലോ, ആലോചിക്കില്ല എന്നറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള, അതാണ് ഏകാധിപത്യം, അതാണ് കുടുംബവാഴ്ച. എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം, ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയാൽ. ഒരാൾ ലണ്ടനിൽ പോയിരിക്കുന്നു, ഒരാൾ ഇവിടെ പാലായിൽ എവിടെ ഒളിച്ചിരിക്കുന്നു, എന്നിട്ട് പറയുകയാണ് പാവം അവനൊന്നും അറിഞ്ഞുകൂടാ, അവൻ ലണ്ടനിലാണ് എന്ന് പറയും. മാണി സാറിന് ഉമ്മൻചാണ്ടി സാർ അടക്കമുള്ളവർ മാറി മാറി വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. ഇതൊന്നും ഒരു മര്യാദയല്ല. ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയപ്പോൾ എന്തൊരാശ്വാസം. KM മാണിയുടെ ഗെയിം പ്ലാൻ എന്താവും എന്നത് സംബന്ധിച്ച് ഫ്രാൻസിസ് ജോർജ് അവതരിപ്പിക്കുന്ന തീസിസ് ഇതാണ്, അല്ലെങ്കിൽ സ്വപ്നം. KM മാണിയെ BJP ക്യാമ്പിലേക്ക് തള്ളിവിടുക.
ഈ കോട്ടയം ജില്ലയിൽ നിങ്ങളുടെ മൂക്കിന് കീഴെ നടക്കുന്ന ഈ ഉപജാപങ്ങളൊന്നും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. ഇത് വളരെ വ്യക്തമായിട്ടൊരു ഗെയിം പ്ലാനല്ലേ മാണി സാറിൻ്റെയും ജോസ് കെ മാണിയുടെയും. നിങ്ങളെന്താ വിചാരിച്ച് അവർ LDF-ലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതെന്നാണോ? അങ്ങനെയല്ല. ഇപ്പോൾ UDF-ൽ നിന്ന് വിട്ടുകഴിഞ്ഞു. UDF നേതൃത്വവും പ്രവർത്തകരും മാണി ജോസ് കെ മാണിയെയും അല്ലെങ്കിൽ മാണി ഗ്രൂപ്പിനെയും ഇനി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടെടുത്തു കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എന്താണെങ്കിലും മാണി സാറിനെ എടുക്കില്ല എന്ന് അദ്ദേഹത്തിന് സാമാന്യബോധത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം അതിൻ്റെ ചരിത്രമൊക്കെ അറിയാം, ഞാനത് ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോഴെന്താണ് ഇനി അടുത്ത വഴി? അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരോട് അദ്ദേഹം ഇനി പറയാൻ പോകുന്നത് എന്താണ്? നമുക്ക് UDF-ൽ സ്ഥാനമില്ല, നമുക്ക് LDF-ൽ നിവൃത്തിയില്ല, നമുക്ക് എവിടെയെങ്കിലും പോകണ്ടേ? അപ്പം നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നിൽക്കുന്ന കുമ്മനം രാജശേഖരൻ്റെ, നരേന്ദ്രമോദിയുടെ BJP NDA മുന്നണി ഇവിടെയുണ്ട്. നമുക്ക് എന്തുകൊണ്ട് അങ്ങോട്ട് പോയിക്കൂടാ? അപ്പം അങ്ങനെയുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്നു. നമുക്ക് ആ വഴി തേടാം. മാത്രവുമല്ല, അദ്ദേഹത്തിന് മറ്റ് പല കാൽക്കുലേഷൻസും ഉണ്ട്. അപ്പം അറിയാമല്ലോ, അദ്ദേഹം ഒട്ടേറെ അഴിമതി ആരോപണ വിധേയനായി നിൽക്കുകയാണ്. ആ കേസുകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനൊരു ഗവർണറാവാൻ കഴിഞ്ഞാൽ ഈ കേസുകളുടെ കാര്യത്തിൽ പ്രോസിക്യൂഷന് മുൻകൂട്ടി അനുമതി മേടിക്കേണ്ടതായിട്ടുണ്ട്. പ്രോസിക്യൂട്ടിംഗ് ഏജൻസി അതെ കോടതി കയറണ്ട. ഈ അദ്ദേഹത്തിൻ്റെ ടേം മുഴുവൻ അദ്ദേഹത്തിന് കോടതിയിൽ നിന്നും ഈ വിചാരണയെ നേരിടാതെ മാറി നിൽക്കാനായിട്ട് കഴിയും. ജോസ് കെ മാണിക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘകാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് കേന്ദ്രത്തിലൊരു മന്ത്രിയാവുക എന്നത്. അതിനുമുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ ഒരു ഗെയിം പ്ലാൻ അത് നടപ്പിലാക്കാനുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ അത് മനസ്സിലാക്കേണ്ട മാധ്യമ സുഹൃത്തുക്കൾ അത് കൃത്യമായി മനസ്സിലാക്കുന്നില്ല. മനസ്സിലാവാത്ത മറ്റൊരു കാര്യമുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ വെച്ച് CPM പറഞ്ഞതുപോലെ പാർട്ടി പിളർത്തി വന്നു. എന്നിട്ടും മുന്നണിയുടെ തണലിലേക്ക് കയറ്റാതെ വെയിലത്തു തന്നെ നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? മുന്നണി വരിക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുന്നണി ബന്ധം കുറവാ അല്ലെങ്കിൽ അത് ആവശ്യമില്ല എന്നൊന്നും ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കില്ല. മുന്നണി ബന്ധം വേണം തീർച്ചയായിട്ടും. പക്ഷേ അത് സ്വാഭാവികമായും നിലവിലുള്ള മുന്നണി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കണം. ആ തീരുമാനം എത്രയും വേഗം വേണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. കണ്ടോ ഷൂസൊക്കെ ഇവിടെയാ വെക്കുക. എല്ലാത്തിനും നിന്റെ കൂടെ ഒരാൾ വേണം, എന്നാലേ ശരിയാവൂ. നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ശക്തമായിട്ട് എഴുതുകയും നിങ്ങളൊക്കെ എഴുതുകയും ശക്തമായി പിന്തുണയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങളെ എടുക്കും. വേണമെങ്കിൽ ഞാനും കൂടെ വരാൻ കേട്ടാ. വേണ്ട. മഹാരാജാസ് കോളേജിൽ വാർക്കപ്പണി പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് ടൂൾസ് കണ്ടെടുത്ത വിഷയത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ 2 MLA-മാരുടെ അവകാശ ലംഘന നോട്ടീസ്. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് പരാതി. വടിവാൾ, ബോംബ് തുടങ്ങിയവയാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മാരകായുധങ്ങൾ. കമ്പിപ്പാര, സൈക്കിൾ ചെയിൻ തുടങ്ങിയവ വാർക്കപ്പണിയുടെ ഉപകരണങ്ങൾ മാത്രമാണ് എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. മുമ്പ് KSUവും ഇപ്പോൾ SFIയും ചിലയിടങ്ങളിൽ ABVPയും ഈ പണിയായുധങ്ങൾ ഉപയോഗിച്ചാണല്ലോ ജനാധിപത്യത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ആർക്കാണ് അറിയാത്തത്? ഈ കോളേജ് പിള്ളേർ 5 പൈസയുടെ വിവരമില്ലാത്തവന്മാരാണ് കേട്ടാ. ഈ കണ്ണൂരെന്താ വിയൂരെന്താ ദുർഘടാപ്പനും അറിയില്ലെന്നേ. പിന്നെ ഓതിനേത്തക്കെന്ന് പറഞ്ഞ കോപ്പല്ലേ. ഇതൊന്നും അറിയാതെ ഈ പിള്ളേരെങ്ങനെ ജീവിക്കും? നല്ല പിള്ളാരാണ്. നീ വലിയ വെടിവാൾ പ്രാഞ്ചിയല്ലേ, എന്നിട്ട് ഈ വാൾപ്പേറ്റൊന്നും കണ്ടില്ലല്ലോ. ആകാശത്തും താഴെ ഇറക്കിട്ട് വേണ്ട അഭ്യാസം കാണിക്കാൻ. പിന്നെ വാൾപ്ലേറ്റ് നടത്താൻ ടൂൾ എവിടെ ഇരിക്കുകയാണ്? ആകെയുള്ളത് പാക്ക് വെട്ടണ വിറ്റാങ്ങത്തിയാണ്. അതാണെങ്കിൽ ആശാനെടുത്ത്. പിന്നെ വടിവാളെന്ന് പറഞ്ഞ തുരുമ്പിച്ചൊരു സാധനം. അതുകൊണ്ട് പഴം മുറിച്ച പഴത്തിന് വരെ കിളിയാവും. അതാണെങ്കിൽ ഷാജിയണ്ണന്റെ കയ്യില്. അത് വെച്ച് പയറ്റിയിട്ട് കണ്ടല്ല. മുറിവാള് വെച്ച് പയറ്റാൻ വടക്കം വീരഗാഥ സിനിമ വാള് പോയി. അത് പോയത് നന്നായി. തുരുമ്പ് കൊണ്ട് സെപ്റ്റിക്കായി ചാവൂല്ലല്ലോ. മഹാരാജാസ് കോളേജിൽ ഈ പറയുന്ന തരത്തിലുള്ള ഒരു അപകടകരമായ സാഹചര്യവുമില്ല. ഇത്തരം കുറച്ച് നിർമ്മാണ സാമഗ്രികൾക്ക് കൂടി ഉപയോഗിക്കാൻ പറ്റാവുന്ന സാധനങ്ങൾ ഒരു മുറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതാരവിടെ കൊണ്ടുവച്ചു, അത് സംബന്ധിച്ച് അന്വേഷിച്ച് നമുക്ക് കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കാം. അതിലപ്പുറം ഒരു മാനവും അതിനില്ല സർ. എന്താ ഇത്? ഈ വൃത്തികെട്ട പാട്ടുകളൊക്കെ ആരാ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ. കാർഷികമോ ആയ ആവശ്യങ്ങൾക്കല്ലാത്ത മാരകായുധത്തിൽപ്പെട്ട 1.5 അടി നീളവും മൂർച്ചയുമുള്ള വെട്ടുകത്തി അടക്കം കമ്പിയും വടികളും എന്നാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ സെർച്ച് ലിസ്റ്റിൽ 9 ഐറ്റം ഉള്ളപ്പോൾ 5ാമത്തെ ഐറ്റമായി കാണിച്ചിട്ടുള്ള വാർക്കക്കമ്പുകളുടെ കാര്യം മാത്രം പ്രാധാന്യം നൽകി മുഖ്യമന്ത്രി സഭയിൽ പറയാനുണ്ടായത്. FIRലെ പ്രധാന കാര്യങ്ങളെല്ലാം മറച്ചുവെച്ച് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയും
സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ആരെയോ രക്ഷിക്കുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത് എന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. നീ കാണ് കണ്ടോ, അയ്യോ എല്ലാം നിത്യോപയോഗ സാധനങ്ങളാണ്. പേനാക്കത്തി മുതൽ പഴയ പോർച്ചുഗീസ് ഗറില്ലകൾ ഉപയോഗിക്കുന്ന പോർച്ചക്കത്തി വരെയുണ്ട്. അരിവാൾ കാറിലുണ്ട്. ഇനി അവനൊരു AK-47 മേടിച്ചു കൊടുത്തിട്ട് ചത്താം. ഇപ്പൊ ഈ പ്രിവിലേജ് ഇഷ്യൂ മെൻഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹം FIR ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. ആ FIR-ൽ ബോംബോ വടിവാളോ ഇല്ല. 1.5 അടി നീളമുള്ള വെട്ടുകത്തിക്ക് വടിവാളെന്ന് കേരളത്തിലെവിടെയും പറയാറുമില്ല. അപ്പോൾ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിക്കൊണ്ട് അദ്ദേഹം ഇവിടെ അടിസ്ഥാനരഹിതമായ ഒരു കാര്യം, ഒരു പച്ച കള്ളം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കും വിധം ഇവിടെ കളവായി പറഞ്ഞ കാര്യങ്ങൾ രേഖയിൽ ഉണ്ടാവാൻ പാടില്ല. ചട്ടം 307 പ്രകാരം അത് രേഖയിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. പഠനത്തോടൊപ്പം നൈപുണ്യ വികസനം അഥവാ സ്കിൽ ഡെവലപ്മെൻറ്റും വേണമെന്നാണ് പുതിയ രീതി. പല കോഴ്സുകളുടെ കൂടെ വാർക്കപ്പണിയും ചേർക്കാവുന്നതാണ് എന്ന് മുൻ KSU നേതാവായ BT ബാലറാമിൻ്റെ നിർദ്ദേശം. ഈ തൊഴിൽ നൈപുണ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മഹാരാജാസ് കോളേജിലെ പോലെ വാർക്കപ്പണി അടക്കമുള്ള തൊഴിലുകൾ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. അതുപോലെയുള്ള കോഴ്സുകൾ കേരളത്തിലെ പല കോളേജുകളിലും SFIയുടെ നേതൃത്വത്തിലൊക്കെ നടക്കുന്നുണ്ട്. ആ നിലയിലുള്ള വാർക്കപ്പണി കോഴ്സുകൾക്കൊക്കെ പകരം ഈ ശരിയായ തൊഴിൽ നൈപുണ്യ കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. G സുധാകരൻ്റെ മരാമത്ത് ചിന്തകൾ. ഏതാണ്ട് 10 പാലങ്ങൾ 100 വർഷം കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല കേരളത്തിൽ. നമുക്ക് എന്തെങ്കിലും ഒരു ചടങ്ങ് ആ പാലവുമായി ബന്ധപ്പെട്ട് ആൾക്കാർക്ക് അറിയത്തില്ല 100 വർഷമായി എന്നുള്ളത്. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ.